ഹലോ ഗൈസ്, ഈ കാണുന്നതാണ് വെണ്ണല സ്കൂൾ. ഞങ്ങളുടെ ട്രെയിനിങ് ഇവിടെ ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ മലയാളം ടീച്ചർക്ക് പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ അതിൻ്റെ ഒഴിവിൽ വന്ന ഇൻ്റർവ്യൂ ജസ്റ്റ് ഒന്ന് വന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. അത് കഴിഞ്ഞ് വന്ന് നേരെ ഒരു സാലഡ് ഉണ്ടാക്കി തിന്നാനുള്ള പരിപാടിയായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇതേ കുക്കുംബറും ക്യാരറ്റും അരിഞ്ഞ് ഉപ്പും കുരുമുളകും വിനാഗിരി ആയിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ നാരങ്ങ ഇല്ലാതെ വരുമ്പോഴുള്ള ഓപ്ഷനാണ് അത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് വന്നൊരു തോന്നലായിരുന്നു സിനിമയ്ക്ക് പോകാമെന്ന്. അങ്ങനെ ഒരു സോളോ ഡേറ്റിംഗ് ആകാമെന്ന് ഓർത്തു. സീറ്റുള്ള ഒരു തിയേറ്റർ നോക്കി ചെന്നത് എറണാകുളത്ത് ശ്രീധറിലാണ്. 4 മണിക്കാണ് ഷോ എങ്കിൽ ഞാൻ ഇറങ്ങുന്നത് 3 മണിക്കാണ്. സോ മെട്രോ ഒക്കെ പിടിച്ച് കറക്റ്റായിട്ട് ഓടിച്ചെല്ലാനുള്ള ഓട്ടമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു സമൂസ ചാട്ടും കഴിച്ച് ഞാൻ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഊട്ടുപുരയിലോട്ടായിരുന്നേ. ഭയങ്കര തിരക്കായിരുന്നു. ക്യൂ ഒക്കെ നിന്ന് പിന്നെ ബുക്കൊക്കെ ചെയ്താണ് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പൊടിദോശ കഴിച്ചിറങ്ങുമ്പോഴാണ് തല്ലിത്തേങ്ങ ഇങ്ങനെ കൺമുന്നിൽ കിട്ടുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, അതും പറിച്ച് നേരെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഇന്നോവസ്റ്റിൽ നിന്ന് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൊഡക്ട്സ് വന്നിട്ടുണ്ടായിരുന്നേ. ബൈ 2 get 3 ഓഫറായിരുന്നു കേട്ടോ. അങ്ങനെ മൊത്തം 5 പ്രൊഡക്ട്സാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ ഏതാണ്ട് ഒരു 1900 സംതിങ് രൂപ വരുന്ന പ്രൊഡക്ട്സ് എനിക്ക് 800 സംതിങ്ങിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓർഡർ ചെയ്തത് ശരിക്കും ഒരു ആൻറ്റി ഹെയർ ഫോൾ ഷാമ്പൂവും അതുപോലെ തന്നെ ഡെയിലി എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷും ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഒപ്പം എക്സ്ട്രാ ആയിട്ട് വന്ന പ്രൊഡക്ട്സ് ആയിരുന്നു കെമിസ്റ്റിൻ്റെ തന്നെ ലിപ് ബാമും റോളോണും ബ്രൈറ്റനിങ് ബോഡി വാഷും. റോളോണൊക്കെ നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്നത് പോലത്തെ അല്ല, ലിക്വിഡ് ആയിട്ടുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം അൺബോക്സ് ചെയ്ത് പിന്നെ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കലായിരുന്നു. ഷാമ്പൂ സ്മെല്ല് ചെയ്തപ്പോൾ സ്മെല്ല് കിട്ടിയില്ലായിരുന്നു. വേറെ ഒന്നല്ല, അതിൽ വേറൊരു സീലിംഗ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ്, അല്ലാതെ ഓക്കെയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയിട്ടാട്ടോ കെമിസ്റ്റിൻ്റെ ഡെയിലി എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ്. സോ അതിൻ്റെ സ്മെല്ല് എനിക്ക് ഓൾറെഡി അറിയായിരുന്നു. പക്ഷേ എനിക്ക് ശരിക്കും ബോണസ് എന്നൊക്കെ പറഞ്ഞ് കിട്ടിയ ബ്രൈറ്റനിങ് ബോഡി വാഷിനെ കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫ്രഷ് ഫീലിംഗ് ഓഫ് സ്മെല്ല് എനിക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിരുന്നു. അത് ഞാൻ കുറേ പിന്നെയൊക്കെ സ്മെല്ല് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി കണ്ടിട്ട് വേഗം കുളിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ തല്ലിത്തേങ്ങയെക്കുറിച്ച് ഓർത്തത്. ചില റീൽസിൽ ഞാനിത് കഴിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പുളിയാണ് എന്നൊക്കെ എനിക്ക് അറിയാം. അതിൻ്റെ ഉള്ളിൽ മുറിക്കുമ്പോൾ തന്നെ വയലറ്റ് കളറാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് മുറിച്ചപ്പോൾ തന്നെ വൈറ്റ് ആണ് ഉള്ളിൽ. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് കൺഫ്യൂസിങ് ആയി. ഇത് കഴിക്കാൻ പറ്റുമോ, കഴിച്ചാൽ വല്ലതും പറ്റുമോ എന്നൊക്കെ. എന്നാലും കഴിച്ച് നോക്കിയപ്പോൾ ആദ്യം ഒരു ചവർപ്പ് ഫീലൊക്കെ വന്നതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അധികം പ്രോത്സാഹനം കൊടുത്തില്ല. എന്നാലും ഞാൻ വീണ്ടും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, ഇനി എൻ്റെ പ്രശ്നമാണോ എന്നറിയാം. പിന്നെ ഇത് കഴിക്കാൻ നിന്നില്ല, നേരെ അത് തല്ലി പൊട്ടിക്കുകയായിരുന്നു കേട്ടോ ലക്ഷ്യം. അങ്ങനെ കുറച്ച് പാടുപെട്ടിട്ടാണെങ്കിലും പൊട്ടിച്ചെടുത്തു കേട്ടോ ലാസ്റ്റ്. ചെറുതിലെപ്പോഴും അമ്മ ഇത് തന്നതിൻ്റെ ഒരു ഓർമ്മയിൽ എനിക്കറിയാം ബദാമിൻ്റെ ഒരു ടേസ്റ്റ് ആണെന്നൊക്കെ എനിക്കറിയാം. അങ്ങനെ പൊട്ടിച്ച് കഴിച്ച് അപ്പം തന്നെ ഒന്നും ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് അതിൻ്റെ ഇടയിൽ കുറേ നേരം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി നേരത്തെ കിട്ടേണ്ട പുളിയും കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് മൊത്തം കഴിച്ച് കഴിഞ്ഞ് തൃപ്തിയായപ്പോഴാണ് ഇന്ന് ഞാൻ കാണിച്ചു കൂട്ടിയ മൊത്തത്തിലുള്ള വട്ടിന് എനിക്കൊരു സമാധാനം കിട്ടിയത്.